എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭിണ്ടി മസാല. വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂണ് മല്ലി, കറുവാപ്പട്ട, ലോങ്, കസൂരി മേത്തി, ബേ ലീഫ്, പെരിഞ്ജീരകം, മുളക്. ഇത്രയും സാധനം നമുക്ക് ആദ്യം ഒന്ന് എടുത്തിട്ട് വറുത്തെടുക്കാമേ. ആദ്യം മല്ലിയും പെരിഞ്ജീരകവും മുളകും കൂടി ഇടാം. ബാക്കിയുള്ള സാധനങ്ങൾ ഇച്ചിരി കഴിഞ്ഞിടാമേ. അതിന് വലിയ മൂപ്പിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് കരിഞ്ഞു പോകും മറ്റേതിൻ്റെ കൂടെ ഇട്ടാൽ. അതുകൊണ്ടാണ് പിന്നിട്ടത്. നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് 2 ടീസ്പൂണ് കടലപ്പൊടി അതൊന്നിട്ട് ചൂടാക്കിയെടുക്കാം. ബേസൻ എന്ന് പറയും. ഇതിൽ നിന്നൊരു മണം വരും, അന്നേരമാണ് നമ്മൾ എടുക്കേണ്ടത്. ചെറിയ തീയിലിടണ്ടിയേ. അത് നമ്മൾ ആ വറുത്തതിനകത്തോട്ടിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടി, എരിവനുസരിച്ച് മുളക് പൊടി ഇടാം. ഇച്ചിരി മാങ്ങാപ്പൊടി, ഡ്രൈ മാംഗോ പൗഡർ, അംചൂർ എന്ന് പറയും. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാമേ. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഓരോന്നും എടുത്തിട്ട് അതിനായിട്ട് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇതിനകത്ത് വല്ല പുഴുവോ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. വെണ്ടയ്ക്കകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ കാണും, അത് പോകാനായിട്ടാണ്. ഇങ്ങനെ എല്ലാ വെണ്ടയ്ക്ക ഇതുപോലെ കീറിയെടുത്തു. എന്നിട്ട് പാത്രം ചൂടായി. പാത്രത്തിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് എണ്ണ, ഇതിന് ഒത്തിരി എണ്ണ വേണ്ട, ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്കായ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക വേകണം, അതിന് വേണ്ടിയേ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ പിന്നിടാം, ഇപ്പോൾ കുറച്ചിടാം. തീ ഒരു മീഡിയം ഇട്ടിട്ട് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെണ്ടയ്ക്കയെല്ലാം വേകട്ടെ. ഒരു 2-3 മിനിറ്റ് എടുക്കും വെണ്ടയ്ക്ക ഇതുപോലെ ആയി വരാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ച മസാല ഇടാം. മസാല ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാമേ. തരിതരാന്നാണ് പൊടിക്കേണ്ടത്, നല്ലതായിട്ട് പൊടിക്കരുത്. പൾസ് മോഡിലിട്ടാൽ മതി, അപ്പോൾ നല്ലതായിട്ട് പൊടിഞ്ഞു വരും. ഇനി നമുക്ക് ഈ മസാലയൊന്ന് കുതിരാനും പിന്നെ ഒരു മസാലയൊക്കെ വേകാനും ഒരു ശകലം സ്റ്റീം വേണമല്ലോ. അതിനായിട്ട് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കായ ഇളക്കരുത്. അപ്പോൾ പിന്നെ ആ വെള്ളം ഇതിനകത്ത് ചേരുമ്പം കുഴയും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കായെല്ലാം വെന്തു. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടാണ് എടുത്തേക്കുന്നത്. 2 ചപ്പാത്തി എടുത്തു. അതിനകത്തോട്ട് നമ്മുടെ ഭിണ്ടി മസാല അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ വേണമെങ്കിൽ ഇച്ചിരി തൈരും എടുക്കാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.